നമസ്തേ ചേട്ടാ. ചേട്ടാ നമസ്തേ. നമസ്തേ. ആദ്യം ഉണ്ടല്ലോ വിഷു സ്പെഷ്യലാണ്. അശോകേട്ടനോട് വർത്താനം പറയുന്നതിന് മുമ്പ് കൈനീട്ടം ചേട്ടാ നിർത്തിയില്ല. ഞാൻ എത്ര നാളായി ഇതിങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലല്ല, ഇത് കൈനീട്ടം തന്നെ കൊയിലാണ്. നല്ല 1000 രൂപ തന്നെ ശരിയല്ല. വലിയ പ്രതീക്ഷയായിരുന്നു കേട്ടോ. എന്തായാലും പോട്ടെ. ചേച്ചി തരുന്നില്ലേ? ചേച്ചിയുടെ കുട്ടിയാണത്. സാധാരണ ഒരു ഞങ്ങൾക്ക് ഇത്ര ഉള്ളൂ. അശോകേട്ടാ, ഞാനപ്പൊ തിരിച്ച് ആ ചോദ്യം ചോദിക്കേണ്ടി വരും. അശോകേട്ടൻ ഇപ്പോഴും മാറിയില്ല അല്ലേ? എന്റെ സ്വഭാവം മാറില്ല ഒരിക്കലും. കാരണം ഞാൻ അന്ന് ഒരാളന്ന് മനസ്സിലായില്ലേ? സ്മിതയുടെ വയസ്സ് പറയണ പോലെയാണ്. എപ്പ ചോദിച്ചാലും ഒറ്റ വയസ്സായിരിക്കും. അശോകേട്ടാ, ഇതൊരിക്കലും മാറരുത് കേട്ടാ ചേച്ചി. അതൊരിക്കലും മാറരുതെന്ന് ഞാൻ അങ്ങോട്ടാ പറയേണ്ടത്. കൈനീട്ട് അതങ്ങനെ സൂക്ഷിക്കണം. പിന്നെ അതത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഐശ്വര്യമായിട്ട് ചേട്ടൻ തന്നല്ലേ, വനിയത്തേക്ക് എത്രയായാലും വെച്ചടി നല്ല ഉയർച്ച ഉണ്ടാവട്ടെ. അതാ. പക്ഷെ എന്ന് അശോകേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനെന്ന് വെച്ചാല്, ഈ വിഷുവിനെ കണക്ട് ചെയ്ത് നമ്മൾ കൃഷ്ണനെ ശരിക്കും നമ്മൾ രാവിലെ കണി കാണുന്നു എല്ലാം ചെയ്യുന്നു. പക്ഷെ അശോകേട്ടനെ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോ അശോകേട്ടാ, എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലേക്ക് ഓടി വരുന്നതെന്നറിയോ? മീശമാധവനല്ലേ അശോകേട്ടൻ. മയിൽപീലിയും വെച്ച് താടിയൊക്കെ വെച്ച് നീല ഫുൾ അല്ലെ, നീല കളറൊക്കെ വെച്ചിട്ട് ഓടി വരുന്ന ഒരു കൃഷ്ണനെയാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഓർമ്മ. അത് ആർക്കെങ്കിലും നമ്മുടെ മലയാളികൾക്ക് വല്ലതും മറന്നു പോകാൻ പറ്റുമോ? ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞുതരാം. എന്നെ ഓർക്കുന്ന കുറെ സിനിമകളിൽ ഒന്നാണത്. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. അശോകേട്ടാ, ഞാനിവിടെ എന്താ ചെയ്തെന്നറിയോ? ഇന്നൊരു പാൽ പായസവും ബോളി. ബോളിയാ? ബോളി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? ബോളി എന്താണ്? ഉണ്ടംപുരി പോലെ ഇരിക്കുന്നത് അതാണ്? അതല്ല, ഈ തിരുവനന്തപുരത്തൊക്കെ ഉള്ളൂ കൂടുതലും. സദ്യക്കൊക്കെ ലാസ്റ്റ് നമ്മൾ പാൽപ്പായസത്തിൻ്റെ കൂടെ ഒരു ബോളി വിളമ്പും. അതിങ്ങനെ ഇരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ബോളി തന്നെ ഉരുണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. ഉണ്ടംപുരി. പക്ഷെ ഞങ്ങളുടെ നാട്ടില് ഈ ചില സ്ഥലത്തൊക്കെ പറയും ബോളി തന്നെ. ഒരിക്കൽ ഞാൻ ഈ അതിശയൻ എന്ന് പറഞ്ഞ പടം, വിനയേട്ടന്റെ അതിശയൻ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുന്നത് മരട്ടില്. ഒരു ചെറിയ ഫൈറ്റ് സീനാണ്. അപ്പൊ അവിടെ ജാക്കി ഷറഫ് അതിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളി വൈകുന്നേരം കഴിഞ്ഞപ്പോ ഇത് കൊണ്ടുവന്നു, ഈ ഉണ്ട, ഗോതമ്പുണ്ട, ജയിലിൽ കിട്ടുന്ന സാധനം. അങ്ങനെ അടിച്ച അത് കൊണ്ടുവന്നിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അയാൾ വെച്ച് ഓടി ദിസ് എന്ന് വെച്ച്. അപ്പൊ ആ പ്രൊഡക്ഷനിലെ പയ്യൻ പറഞ്ഞു ബോളി. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് ഓടി ദിസ്. അപ്പൊ ഞാൻ പറഞ്ഞു ബോളിവുഡ് എന്ത് എന്നുള്ള ഇതിൽ ഇയാൾ വാട്ട് ബോളി ഫുഡ്. ഓക്കെ, പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അത് മേടിച്ച് കഴിച്ചിട്ട് ഇത്തിരി കഴിച്ചിട്ട് പുള്ളി ഭയങ്കര ഇഷ്ടമായി. പുള്ളി കംപ്ലീറ്റ് കഴിച്ചത്. എന്നാലും അശോകേട്ട ശരിക്കും ഒരുപാട് എന്താണെന്ന് വെച്ചാൽ അശോകേട്ടൻ ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്നു. എന്തെല്ലാം തമാശകളും എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനുണ്ട് അല്ലെ? ശരിക്കും അശോകേട്ട പോകുന്നതിന് മുമ്പ് എനിക്ക് 1000 രൂപ തന്നെ നമുക്ക് ഇരുന്നിട്ട് വർത്താനം പറയാം അല്ലേ? അശോകേട്ടന്റെ വിഷുവിനെ കുറിച്ചുള്ള വിശേഷവും വിഷു ആഘോഷിക്കുന്നതും സിനിമയിൽ വരുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള വിഷു. സിനിമയിൽ വരുന്നതിന് മുമ്പായിരുന്നു എൻ്റെ വിഷു. ആ വിഷുവാണ് എനിക്ക് എപ്പോഴും ഓർമ്മ. കാരണം ഈ വിഷു, ഓണം എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾ നല്ല ആഡംബരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും, പിന്നെ ഞങ്ങളൊരു സന്തുഷ്ട കുടുംബമാണ്. അച്ഛനും അമ്മയും 9 മക്കളും. എന്തേ 9 മക്കളും? അവര് സന്തുഷ്ടരായിരുന്നോണ്ടാണല്ലോ 9 മക്കള്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള നമ്മളതായിട്ടുള്ള ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ വിഷുവിൻ്റെ സമയത്ത് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒന്നുമില്ല. കാരണം എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് ഇറങ്ങൊരുക്കാനായിട്ട്. വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ നിൽക്കും. കുറേ കഴിയുമ്പോൾ ഒരു സന്ധ്യ ആകുന്നിടത്ത് എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ച് അച്ഛനും അമ്മയും ഒക്കെ വരും. അങ്ങനെ നമ്മൾ പോകും, മാർക്കറ്റിൽ പോകും. അച്ഛൻ അവരിങ്ങനെ ഈ പഴക്കൊലയും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. മറ്റുള്ളവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ സന്ധ്യ ആകുമ്പോൾ ഒരു ചെറിയ പലക്കൊലയിട്ട് എൻ്റെ അച്ഛനും അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മയുണ്ടെന്നു. അപ്പോൾ അന്ന് കുറച്ച് ഇറച്ചിയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ലാവിഷായിട്ട് നമുക്ക്, എല്ലാ ദിവസങ്ങളിലൊക്കെ പട്ടിണി തന്നെയാണ് കൂടുതലും. അപ്പോൾ ആ ഒരു
വിഷുവിൻ്റെ സമയത്ത് ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ഇപ്പോഴും ഒരിക്കലും കിട്ടുന്നില്ല. അതിനിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല, ഡെയിലി ചിലപ്പോൾ വിഷു ആയതുകൊണ്ടായിരിക്കും. ചേട്ടാ അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ വരട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ഇപ്പം ആ ഒരു ഡിഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭക്ഷണത്തിനോടുള്ളൊരു വിലയും ഇല്ലേ. ഇപ്പൊ എനിക്ക് ബേസിക്കലി അറിയാം ചേട്ടൻ ഈ പറഞ്ഞോട്ട് ഭക്ഷണം കളയുന്നതും വേസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ വേണ്ടാതെ നമ്മൾ വാങ്ങിച്ചേച്ച് ചുമ കൊണ്ട് കളയുക, അല്ലെങ്കിൽ സദ്യ ഒരുക്കിയേച്ച് പകുതി അങ്ങോട്ട് കളയുക, ഇതൊക്കെ ചേട്ടന് ഭയങ്കര ദേഷ്യമുള്ള വ്യക്തിയാ. അതറിയാം. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഭക്ഷണം ബാലൻസ് വെപ്പിക്കില്ല. അതായത് ഭക്ഷണം എല്ലാം ടേബിളിലുണ്ടാവും, ആവശ്യമുള്ളത് എടുക്കുക, കഴിക്കുക. അത് ബാലൻസ് വെക്കരുത്, കഴിക്കുന്നതിൻ്റെ ബാലൻസ് വെക്കാൻ പാടില്ല, നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പൈപ്പ് തുറന്നിടാൻ പാടില്ല, വെറുതെ കറണ്ട് വെറുതെ ലൈറ്റ് ഓൺ ചെയ്യരുത്. ഇതെല്ലാം അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചത്. കാരണം നമ്മൾ ഇനി നമ്മുടെ ജനറേഷൻ അനുഭവിക്കാൻ, അല്ലെങ്കിൽ നല്ല ഇന്ത്യയിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ കറണ്ടിനും വെള്ളത്തിനും വേണ്ടിയാണ്. അത് നമ്മൾ അറിയുന്നില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ പോലും എനിക്ക് ആവശ്യമുള്ള ലൈറ്റ് മാത്രമേ ഞാൻ കിട്ടുള്ളൂ. അത് ചിലപ്പോൾ അമൃതക്കാരെടുത്ത് തന്നായിരിക്കും, ചിലപ്പോൾ പടത്തിൻ്റെ ആൾക്കാരെടുത്ത് തന്നായിരിക്കും. പക്ഷേ അവർ നമ്മൾ കൂടുതൽ നമ്മളെല്ലാം AC ഒക്കെ ഇട്ട് കുറേ ലൈറ്റും കത്തിച്ചിട്ടാൽ ഞാൻ കൊടുക്കേണ്ടി വരും പൈസ പിന്നീട് വേറൊരു രീതിയിൽ നമ്മുടെ വീട്ടിൽ. അപ്പം അത് ഒരു എല്ലാവരും ശ്രദ്ധിക്കുന്നതല്ലാണ്. വെള്ളവും കറണ്ടും പാഴാക്കരുത്. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ എവിടെ, ഞാനിപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുവായിട്ടൊരു പരിപാടിക്ക് പോകുമ്പോഴോ, അവിടെ നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ബാലൻസ് ഫുഡ് വന്നാൽ ഓർഫണേജ് ഉണ്ട് അറിയാവുന്ന, അവിടെയൊക്കെ വിളിച്ച് അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വിളിക്കുക, നമ്മൾ വണ്ടി കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ പോലും എന്ത് ടൈപ്പ് ഫുഡാന്ന് ചോദിച്ചു തുടങ്ങിയത്. കാരണം ഡെയിലി ഉണ്ട് അവർക്ക്, അതുകൊണ്ടിട്ടാണ്. ചേട്ടൻ പാചകമൊക്കെ ചേച്ചി? പാചകം ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത്ര എന്റെ ചേരുവകളെല്ലാം അറിയില്ല. ചേച്ചി ഹെൽപ്പ് ചെയ്ത് പറഞ്ഞുണ്ട്. ചേട്ടൻ അടുക്കള കയറിയിട്ട് ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാം എന്ന് അങ്ങനെ വല്ലതും? അങ്ങനെയല്ല, ഞാൻ പറയും ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനം പറഞ്ഞു തരും. ചേന അച്ചാറിടാന്ന് പറയും. ചേന അച്ചാറോ ഇട്ടിട്ടുണ്ടോ? എന്റെ ഐഡിയ ഇരുന്നത് അത് കോമഡിയായി മാറി വെച്ചിട്ടാ? ഇല്ല, ഇപ്പോഴും വിദേശങ്ങളിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് വരാൻ നേരത്തെ അത് ഒരിക്കൽ കൊടുത്താണ്. അവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു പുതിയൊരു സംഭവം ഇവിടെ അവതരിപ്പിച്ചോളൂ. വേണമെങ്കിൽ അത് ഇതിലേക്ക് എടുക്കുന്ന മാറ്റി കളഞ്ഞാൽ മതി, ഇട്ടോളൂ. ചേന അരിയുക, എന്നിട്ട് നല്ല മോരിൽ കഴുകിയെടുക്കുക, ചെറിയ ചെറിയ പീസായിട്ട്. നമ്മൾ ഉപ്പേരിക്ക് അരിയൂലേ, ചേന ചൊറിച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പേരി നല്ല മോരിലോ എല്ലാം ഇട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഊറ്റി വെച്ചിട്ട് നല്ല 4 ഉപ്പേരി വറുക്കണം, അങ്ങോട്ട് വറുക്കുക. വറുത്തിട്ട് അച്ചാറിട്ടാൽ മതി. ബാക്കിയെല്ലാം അച്ചാറിടുന്ന സെയിം നല്ല കറുപുറ വറുത്തെടുക്കുക, എന്നിട്ട് അച്ചാറിടുക. അവിടെ ഇരുന്നോളാം കുറെ നാള്. പിന്നെ വേറെ ഒന്നുണ്ട്. ഇവളുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവളുടെ അമ്മ ഉണ്ടാക്കി തന്നൊരു ഫുഡാണ് പാവയ്ക്ക ഫിഷ് ഫ്രൈ ആണെന്നേ പറയുള്ളൂ. അത് പറഞ്ഞോളൂ. ഒന്ന് പറഞ്ഞു ചേച്ചി. നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഫിഷിന്റെ ആകൃതിയിൽ സൈസായിട്ട് മുറിക്കുക, എന്നിട്ട് അത് ചതച്ച് പിഴിഞ്ഞ് അതിങ്ങനെ ചതക്കണം. ശരിക്കും ആ മുള്ളില്ലേ അതിന്റെ പുറത്തുള്ള, അതിങ്ങനെ ചതച്ചിട്ട് പൊടിഞ്ഞു പോകാതെ അത് അങ്ങനെ പതുക്കെ എടുത്ത് പിഴിഞ്ഞ് അതിന്റെ കൈപ്പിടി കളയണം. എന്നിട്ട് സാധാ ഫിഷ് അത് അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ കുറച്ച് നേരം, അതിന് കുറച്ച് നേരം ആ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എടുത്തിട്ട് വറക്കുമ്പോൾ അതിന്റെ പുറത്ത് കുറച്ച് കൊടമ്പുളി ഇല്ലേ, അതിന്റെ വായിൽ അല്ല ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന കൊടമ്പുളി ഇങ്ങനെ കൊടമ്പുളി അതിങ്ങനെ പിഴിഞ്ഞൊഴിക്കുക വറക്കുമ്പോ. സൂപ്പർ സാധനം. വറുത്തോണ്ടിരിക്കുമ്പോ അല്ല പെരട്ടി വെക്കണ്ട പുളി. നേരെ വെക്കുക, അത് വറക്കുമ്പോൾ ഫിഷ് ഫ്രൈ. ഓ മരുമോനൊക്കെ ഇംപ്രസ്ഡ് ആയി കാണുവേ. ഇല്ല ചോദിച്ചില്ല അന്നേരം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കണെന്ന്. പിന്നെ ഇവളുണ്ടാക്കും വീട്ടിൽ. ചേട്ടാ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഏതാ ചേട്ടന് ഇഷ്ടമുള്ള? എനിക്ക് വെജാന്നോ നോൺ വെജാന്നോ? എനിക്ക് അങ്ങനെയില്ല, ഞാൻ എല്ലാം കഴിക്കും. അങ്ങനെ ഇതൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കപ്പയാണ്. കപ്പയും മീനും. കപ്പ ചമ്മന്തി, മീനും കഴിക്കും. മീൻ അത്രയും താല്പര്യമില്ല. കാന്താരി ചമ്മന്തി, മുളക് ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതും, പിന്നെ കപ്പയും. പക്ഷെ ഗ്യാസ് കഴിക്കും. ഗ്യാസ് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കഴിക്കില്ല. പക്ഷെ കപ്പ അങ്ങനെ തന്നെ തിന്നാൻ പാടില്ല എന്ന് പറയുവേ. കപ്പയും മീനും തന്നെ കഴിക്കണം, അല്ലെ കപ്പ ഇറച്ചിയോ പോയിസൺ. ആ കപ്പയിലൊരു തന്നെ ഒരു അല്ല, അത് കുഴപ്പമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഒരു ഗുളിക എടുത്ത് കഴിച്ചാൽ മതി, അതും പോയിസനാ. പണ്ടൊക്കെ നമ്മള് എന്റെ അച്ഛനൊക്കെ കാണിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് അച്ഛനൊക്കെ പ്രയർ ചെയ്യും. ഇപ്പൊ അതില്ല. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ മനസ്സിൽ പ്രയർ ചെയ്യാറുണ്ട്, എന്നാലും പ്രയർ ചെയ്യും നമ്മൾ ഭക്ഷണം കൊണ്ട് നോക്കുമ്പോൾ. ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞാലും പ്രയർ ചെയ്യണം. ദൈവമേ ഒന്നും വരുത്തിയാലും ആ അവസ്ഥ.